സവാള അയ്യപ്പസ്വാമിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പാരഡി ഒരു കാരണവശാലും ഇറക്കാൻ പാടില്ലായിരുന്നു. ഇതേ അയ്യപ്പ ഭക്തി ഗാനം കൊണ്ട് പണ്ട് CPM ഒരു പാരഡി ഗാനം ഇറക്കിയിട്ടുണ്ട്. മന്ത്രിക്കേറെ സ്പീഡിൽ പോണം, മന്ത്രിക്കാറ് ഫ്ലൈറ്റിന് തുല്യം, മന്ത്രിയെ അയ്യപ്പോ, മന്ത്രി സ്വൽപ്പം പയ്യപ്പോ. ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് പഴയ കാര്യം കൂടെ ഓർക്കണം. ഇപ്പൊ കരുണാകരനെ കളിയാക്കി അയ്യപ്പന്റെ ഭക്തിഗാനം ഉപയോഗിച്ചുകൊണ്ട് പാരഡി ഉണ്ടാക്കാം. ആ പാരഡി കൈരളിയിൽ അവതരിപ്പിക്കാം. സ്വർണം കട്ടവരെ കുറിച്ച് പാരഡി പാടില്ല. എവിടത്തെ വാദമാണ്? UDF തികഞ്ഞ സന്തോഷത്തിലാണ്. കേരള ജനത ഞങ്ങളെ വിജയിപ്പിച്ചു. എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? എന്തൊക്കെ ഘടകങ്ങളാണ് പരാജയത്തിന് കാരണമെന്ന് ഇവർക്കറിയാം, പക്ഷേ പുറത്തു പറയുന്നില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. LDFന്റെ അടിത്തറയിൽ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ച് പരിശോധിക്കേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയ സമീപനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ വർഗ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വഭാവ മഹിമയിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിന് എന്തെങ്കിലും ഊനം സംഭവിക്കുമെന്നോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗത്തിലാണ് താമസിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റിന് പരാജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ പരാജയമാണെന്നോ വിജയം എന്ന് പറയുന്നത് അത് അവസാനത്തെ വിജയമാണോ എന്ന ഒരു തെറ്റിദ്ധാരണയുള്ളവരല്ല ഞങ്ങള്. ഒരു ഫീലിംഗും ഇല്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്തുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന നിങ്ങൾ പലരും കണ്ടു കാണും എന്ന് വിചാരിക്കും. LDFനെ പരാജയപ്പെടുത്താൻ BJP വോട്ടുകൾ UDFനും തിരിച്ച് UDF വോട്ടുകൾ BJPക്കും ലഭിച്ച നിരവധി സംഭവങ്ങൾ. താൽക്കാലികമായ ഒരു തിരിച്ചടി ആണ് ഉണ്ടായിട്ടുള്ളത്. അതുതന്നെ ഈ ജന്മി മുതലാളി പൗരോഹിത്യ കൂട്ടുകെട്ടിന്റെ കോൺഗ്രസ് BJP തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ സഖ്യത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണെന്നാണ് പാർട്ടി വിചാരിക്കുന്നത്. ഇവിടെ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാണ്? ഈ പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രമാണ് വർഗീയത സംസാരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പാർട്ടിക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെന്ന് വിചാരിക്കും. പാർട്ടിക്ക് യാതൊരു ആശങ്കയും ഇല്ല എന്ന് മാത്രമല്ല, പാർട്ടി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതൊരു പരാജയമല്ല, യഥാർത്ഥത്തിൽ വിജയമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ തന്ത്രങ്ങൾ എവിടെയാണ് തന്ത്രങ്ങൾ പിഴച്ചത്? ആശാന് ഒന്ന് പിഴച്ചാൽ ശിഷ്യൻ 58 പിഴയ്ക്കുമെന്നാണല്ലോ കണക്ക്. അപ്പൊ ആശാന് പിഴച്ചിരിക്കുന്നു എന്നതാണ് പൊതുജനത്തിന്റെ ഒരു നിഗമനം. പക്ഷെ ആശാൻ പറയുന്നു എനിക്ക് പിഴക്കില്ല, ഒരു തന്ത്രവും പിഴക്കില്ല. ഞാനിതാ ന്യൂനപക്ഷങ്ങളെ എക്കാലത്തും തങ്ങളോടൊപ്പമാണ്. മലപ്പുറം ജില്ലയിലെ വോട്ട് പരിശോധിച്ച് നോക്കിയപ്പോ 10 ലക്ഷം വോട്ട് ഇടതുപാട് ജനാധിപത്യ മുന്നണിക്കുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പ്രദേശത്തിന്റെയും പേരിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചിന്തകൾ ഉണ്ടാക്കി ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും. സമാധാനപരമായ ഒരു സാഹചര്യം നിൽക്കുന്ന ഈ കേരള സമൂഹത്തിനകത്ത് വിഷത്തിന്റെ വിത്താണ് ഇവിടെ പാകി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം അവർ നേടിയിട്ടുള്ളത്. അങ്ങോട്ട് മാറി എന്ന് അറിയാം. ഇപ്പോഴും വാ തുറന്നാൽ പാർട്ടിയുടെ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഈ വർഗീയത മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന അവരുടെ ആ ദുരുദ്ദേശം കേരളത്തിലെ മതേതര സമൂഹം തള്ളി എന്നത് ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ന്യൂനപക്ഷങ്ങളെ ചെക്ക്മേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഭൂരിപക്ഷ കൺസോളിഡേഷൻ BJPക്ക് അനുകൂലമായി പോകാതെ, അല്ലെങ്കിൽ മറ്റിടത്തേക്ക് പോകാതെ തങ്ങൾക്ക് അനുകൂലമായി വരിക എന്ന തന്ത്രം. ഇടതുപാട് ജനാധിപത്യ മുന്നണിക്ക് എല്ലാ സമുദായിക സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും താരതമ്യേന നല്ല വോട്ട് നേടാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഞാൻ ഞെട്ടി. പക്ഷെ വാസുവേട്ടൻ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും കടന്നാക്രമിക്കാൻ, തങ്ങളുടെ സെക്യുലർ ക്രെഡൻഷ്യൽസ് മുന്നിൽ നിർത്താൻ വേണ്ടി കടന്നാക്രമിക്കുന്ന CPM. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ബുദ്ധിയുള്ള ജനം തിരിച്ചറിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ഏറെക്കാലം CPMുമായി സഹകരിച്ച് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ്. അന്ന് അവരുടെ വോട്ട് വളരെ പരിശുദ്ധമായ സംശുദ്ധമായ വോട്ടായിരുന്നു. ഇന്ന് ആ വോട്ട് പങ്കിലമായിരിക്കുന്നു. അതെങ്ങനെ സാധ്യമാകും? ന്യായം വേണ്ടേ? അല്ല, അങ്ങനെ ഒരു അപ്രതീക്ഷിതം ഞാൻ പറയേണ്ട പ്രയോഗം വേണ്ടല്ലോ. അപ്രതീക്ഷിതമായ പരാജയമാണ് സംഭവിച്ചത് എന്നത് ഉറപ്പിച്ച് പറഞ്ഞല്ലോ. ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. അപ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെടുത്ത നിലപാട്, നിങ്ങൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്നു? കോൺഗ്രസിനെതിരെ ചാട്ടവാറ് പോലെ വരികയാണ് വാക്കുകൾ. നീ വലിയ ഡീസന്റ്, ബാക്കി എല്ലാവരും മോശക്കാരും. കോൺഗ്രസ് പാർട്ടി മനസ്സോടെ ആണെങ്കിൽ പോലും പല ഘട്ടങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യം മാറ്റി നിർത്തി, പിന്നീട് പുറത്താക്കി. പക്ഷേ സമാനമായ കേസിൽ CPMന്റെ നേതാക്കൾക്കെതിരെ ഉണ്ടായ ലൈംഗിക ആരോപണമാകട്ടെ, അഴിമതി ആരോപണങ്ങളാകട്ടെ, എന്ത് നിലപാടാണ് എടുത്തത്? ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്.
മുതലാളി ഒരു ചെത്തിയാണ്. അവസാന ലാപ്പിൽ താനടിച്ച സ്ത്രീലമ്പട പരാമർശം ഏശാതെ പോയതിന്റെ കുണ്ഠിതത്തിലാണ് പിണറായി വിജയൻ. ആവൽ മാങ്കൂട്ട വിശേഷം അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല. വന്ന് ഒരുത്തനും അതിലും വീഴുന്ന ലക്ഷണമല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഇതെല്ലാം തന്നെ പബ്ലിക് സ്പേസിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ തന്ത്രങ്ങൾ പയറ്റുന്നു, എതിരാളിയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തന്ത്രം. പക്ഷെ സ്വന്തം കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പ്രബുദ്ധരായ കേരളത്തിലെ ജനത അവർക്ക് കമ്പയർ ചെയ്യാൻ അറിയാം. അവർ കമ്പയർ ചെയ്യുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വിടവ് അവിടെ വ്യക്തമാവുകയാണ്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. ഗവൺമെന്റിന്റെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനമായിരുന്നില്ലേ? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല. അപ്പം ഞങ്ങൾ തോറ്റു നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ന്യൂയോർക്ക് പോലും കൊതിച്ചുപോയ മേയറൂട്ടി കാരണം തലസ്ഥാനത്തിന് തലയില്ലാതായി പാർട്ടിക്ക്. അവര് പരമാവധി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ തോറ്റപ്പോൾ ഇതെല്ലാ കുറ്റവും കൂടെ കൊണ്ട് മേയറുടെ തലയിൽ ചാരാം. ജയിച്ചിരുന്നെങ്കിൽ നല്ല മേയർ എന്നുള്ളതിനെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. 1,00,000 റുപ്യ പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല. കുട്ടിയെ കൺവട്ടത്തിറങ്ങാച്ചിട്ട് പോലും ഇത്രയും വലിയ പരാജയം. അപ്പോൾ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇത് വലിയ പുലിവാലായല്ലോ എന്റെ ഈശ്വര. കുട്ടി കോർപ്പറേഷന്റെ ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിച്ചാലത്തെ അവസ്ഥ എന്താകുമായിരുന്നു? പരസ്പരം ധാരണയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തെ പരസ്യമായും രഹസ്യമായും ചില നീക്കങ്ങൾ കൂടി ചേർത്തിട്ടാണ് യഥാർത്ഥത്തിൽ BJP-യെ ഈ എണ്ണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം. തോൽവി തന്നെ, അത് തോറ്റത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നീ ഇനി കണ്ടോ പൂരം? പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ ഗോവിന്ദ, സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ കനവൂറ്റിയേ. വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ. സ്വർണം കട്ടവൻ ആരപ്പാ. ശബരിമല വിഷയമൊന്നും അല്ലെന്നേ. ശബരിമല വിഷയത്തിൽ നമ്മളെന്നെ ചെയ്തു. സഖാക്കളാണ് അയ്യപ്പ. ശബരിമല പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ടാകും. ചക്കര കൊടുത്ത് കൈട്ടവരുണ്ടോ? അതില്ല. ശബരിമല പ്രശ്നത്തിൽ എന്താ ഇടതുപക്ഷം ചെയ്ത തെറ്റ്? എന്താ തെറ്റ് ചെയ്തത്? സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഈ ഒരു ഒറ്റ പാരഡിയാണ് തോൽവിക്ക് കാരണം എന്നുള്ള അവസാന നിഗമനത്തിലേക്ക് പ്രസ്ഥാനം എത്തിച്ചേർന്നിട്ടുണ്ട്. അയ്യപ്പനെ പറ്റിയുള്ളൊരു ശരണമന്ത്രമാണ്. ആ ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മളിപ്പം വളരെ വ്യസനപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ പോലും സഖാക്കൾ ഇത്രയും അസ്വസ്ഥരായിട്ടില്ല കേട്ടോ. ഇത്രയും അവരുടെ മനസ്സ് നീറിയിട്ടില്ല. അവർ പിടിച്ചു നിന്നു. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിനെതിരെ പരാതി. തോൽവി സഹിക്കാം, പക്ഷെ ശരണമന്ത്രം ദുരുപയോഗം ചെയ്യരുത്. എനിക്ക് പിന്നെ രണ്ടുമില്ലാണ്ടിരിക്കൂ. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു എന്നാണ് DGP-ക്ക് പരാതി. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് പരാതിക്കാർ. പാട്ട് പിൻവലിക്കണമെന്നും ആവശ്യം. ഇനി ആ പാട്ട് അത് കേൾക്കാനുള്ള കഴിവില്ല സത്യമായിട്ടും. അത് കേൾക്കാനുള്ള ശേഷി എനിക്കില്ല. നമുക്ക് ഭക്തിയുമായിട്ടോ ഭക്തരുമായിട്ടോ ക്ഷേത്രവുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ നമുക്ക് ആവശ്യമായ സാഹചര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ ആവശ്യമായ അളവിൽ അതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രയോജനമുണ്ടായി എന്ന് പറയാൻ കഴിയുന്നത്. കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്തോ. ഏത് മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭക്തിഗാനങ്ങളെ സംബന്ധിച്ചും പാരഡികൾ പാടില്ല. അത് മതവികാരം വ്രണപ്പെടുത്താൻ ഇടവരുത്തുന്ന കാര്യമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഏതെങ്കിലും ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ ഒക്കെ നിങ്ങളുടെ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്രണപ്പെടലുകൾ ഏതെങ്കിലും മൂലകളിൽ നിന്ന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും താമസിക്കാതെ സഖാക്കളുടെ അടുത്തേക്ക് പോകുക. അവരെ സമീപിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉടനുണ്ടാകും. ദൈവവുമായിട്ട് മാത്രമേ അവർക്ക് ബന്ധമില്ലാതെയുള്ളൂ. പക്ഷേ ഭക്തലക്ഷങ്ങളുടെ വോട്ടുമായിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയുക. ശബരിമലയിലെ അയ്യപ്പസ്വാമിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പാരഡി ഒരു കാരണവശാലും ഇറക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഏതറ്റം വരെയും
കോൺഗ്രസും UDF-ഉം പോകും എന്നുള്ളതാണ്. അത് മാത്രം നീ പറയരുത്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ച് വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങിയവർ എന്തുകൊണ്ട് ഈ ഒരു പാരടിയിൽ കടിച്ചു തൂങ്ങി ഭക്തരുടെ വികാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു, വാചാലരാകുന്നു എന്നൊന്നും നിങ്ങൾ ഇത്തരണത്തിൽ ചോദിക്കരുത്. കാരണം അതിനൊന്നും മറുപടിയില്ല. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ ആരാധന നടത്തുവാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിന്റെ തോൽവിക്ക് തന്നെ ഒരു പാരടി കാരണമാകുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്. ഇതേ അയ്യപ്പ ഭക്തി ഗാനം കൊണ്ട് പണ്ട് CPM ഒരു പാരഡി ഗാനം ഇറക്കിയിട്ടുണ്ട്. 11 വർഷം മുമ്പ് കരുണാകരൻ വാഹനത്തിൽ പോകുന്നതിനെ കളിയാക്കിക്കൊണ്ടാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. അത് കൈരളി ചാനലിലൂടെയാണ് നമ്മൾ എല്ലാവരും കേട്ടത്. CPM-ന്റെ കൈരളിയിൽ. അപ്പോഴും എത്രത്തോളം നമ്മുടെ ഭക്തലക്ഷങ്ങളുടെ വൈകാരികതയെ സംരക്ഷിച്ചുകൊണ്ടാണ് ആ അയ്യപ്പ ഗാനത്തിന് പാരഡി അവർ തയ്യാറാക്കിയത്. അപ്പൊ നോക്കുമ്പോ ഇതൊക്കെ പറയുമ്പോ പഴയ കാര്യം കൂടെ ഓർക്കണം. മന്ത്രിക്കേറെ സ്പീഡിൽ പോണം, മന്ത്രിക്കാറ് ഫ്ലൈറ്റിന് തുല്യം, മന്ത്രിയെ പയ്യപ്പോ, മന്ത്രി സ്വൽപ്പം പയ്യപ്പോ. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഇപ്പൊ കരുണാകരനെ കളിയാക്കി മര്യാദയ്ക്ക് നല്ല മുഖ്യമന്ത്രിയായിരുന്ന ഭക്തനായിരുന്ന K കരുണാകരനെ കളിയാക്കി അയ്യപ്പന്റെ ഭക്തിഗാനം ഉപയോഗിച്ചുകൊണ്ട് പാരഡി ഉണ്ടാക്കാം, ആ പാരഡി കൈരളിയിൽ അവതരിപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം അല്ലേ? സ്വർണം കട്ടവരെ കുറിച്ച് പാരഡി പാടില്ല. ഇത് എവിടത്തെ വാദമാണിത്? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? അതേ പാറ്റേണിലാണ് ഈ ഗാനവും എഴുതി അവതരിപ്പിച്ചത്. പക്ഷെ സത്യം മാത്രം വിളിച്ചു പറയുന്ന, നീതി മാത്രം സംരക്ഷിക്കുന്ന, എപ്പോഴും നന്മയെ മാത്രം താങ്ങി മടുത്തിരിക്കുന്ന കൈരളി ചാനലിലൂടെയാണ് മാലോകർ ആ ഗാനം കേട്ടത്. കള്ളന് താടി പഠിക്കുന്നവൻ പെരുങ്കള്ളനാ. ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചുള്ളൂ. കട്ടവരെ സംരക്ഷിക്കുന്നതാരാ? അയ്യപ്പന്റെ സ്വർണം കട്ടത് ആരാണ്? അയ്യപ്പന്റെ സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന ആരാണ്? എന്നിട്ട് പാരഡിയായിട്ട് ഇറങ്ങിയേക്കാണ്. അതേ പാട്ടിലെ പാരഡി വെച്ച് കരുണാകരനെ അധിക്ഷേപിച്ചപ്പോൾ ഇവർക്ക് ആർക്കും കരുണാകരനെ അധിക്ഷേപിച്ചപ്പോൾ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അല്ലേ? പക്ഷെ അങ്ങാടി തോറ്റ അമ്മയോട് കേട്ടിട്ടില്ലേ? അതാണ് എന്റെ ഗതി. ഏതായാലും ആനിയന്റെ സമയം കൊള്ളാം. പക്ഷെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താണ്? ഒരു കലാകാരനെ അംഗീകരിക്കുകയാണ്, കലയെ സംരക്ഷിക്കുകയാണ്. അവിടെ ഒരു കലാരൂപത്തിന് പിന്നിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നുള്ള അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനുള്ളത്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല. തെറ്റാണോ? അത് വാസുവിനെയും പത്മകുമാരനെ അധിക്ഷേപിച്ചപ്പോഴാണ് ഫീലിംഗ്. ലീഡർ കരുണാകരനെ അധിക്ഷേപിക്കുമ്പോൾ ഒരു വിശ്വാസികൾക്ക് ഒരു പ്രശ്നമില്ല. അതേ ഗാനം വെച്ചു, സെയിം ഗാനം വെച്ചു. ഉള്ളത് പറയുമ്പോൾ ചിലർക്ക് തുള്ളല്, അസ്വസ്ഥത തുടങ്ങിയ പഴഞ്ചൊല്ലുകളൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സത്യം പറയുമ്പോ നീ ചൂടാവുന്നതിന് കട്ട സ്വർണ്ണം എവിടെയാണെന്നോ ഈ ദൈവ തുല്യരൊക്കെ ഏത് മാളത്തിലാണെന്നോ തുടങ്ങിയ കാര്യങ്ങളും ഒന്നും ഈ സമയത്ത് നിങ്ങൾ ചോദിക്കരുത്. ആകെ ഇപ്പോ ഈ ഭക്തരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ആ പാരഡി ഗാനമാണ്. അത് ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ഗാനം പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിന്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ ഇത്രയും നൊന്തത്? ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? അടങ്ങാനായിട്ട് മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചേക്കുമ്പോഴാ നിനക്കൊക്കെ ഭ്രാന്ത് പിടിക്കും. അമ്മാതിരി ദ്രോഹല നീ കാണിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ ആദ്യ കാരണമായിട്ട് കണ്ടെത്തിയത് ഞാൻ പറഞ്ഞില്ലേ, ഈ പാരഡിയാണ്. പാരഡിക്കെതിരെ നിയമ നടപടി ഇപ്പോൾ ഉണ്ടാകുകയാണ്. ഇനി എതിർ പാർട്ടിക്കാർ കൃത്യമായിട്ട് പ്രചാരണം നടത്തി, അപ്പോൾ ഫ്ലെക്സുകളൊക്കെ കൃത്യമായിട്ട് അവർ ഒട്ടിച്ചിരുന്നു. അപ്പോൾ ഫ്ലെക്സുകളെ ആ ചുമരിലൊക്കെ ഒട്ടാൻ സഹായിച്ച പശ, അതിനെതിരെയാണ് ഇനി അടുത്ത കേസ് വരുന്നത്. മൈദാമാവാണെങ്കിലും ഫെവിക്കോൾ ആണെങ്കിലും ആ പശ ഏത് ലെവലിൽ സമൂഹത്തിൽ ജീവിക്കുന്ന പശയാണെങ്കിലും അതിനെ വെറുതെ വിടുന്ന ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. തെറ്റ് ചെയ്തവരാരാണെങ്കിലും ഇവരുടെ പരാജയത്തിന് കാരണക്കാരായവരാരൊക്കെയാണോ, അതിപ്പോ ഫ്ലെക്സ് ആണെങ്കിലും പേപ്പർ ആണെങ്കിലും പശയാണെങ്കിലും വടിയാണെങ്കിലും കൊടിയാണെങ്കിലും അതിനെ എല്ലാം പിടിച്ചകത്തിടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതെന്ത് വിശേഷിക്കലാണ് ഉടുമ്പ് പിടിക്കണവരെ പിടിക്കുന്നത്? സ്വർണം കൊണ്ടുപോയെന്ന് കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞിട്ട് കുറെ ദിവസങ്ങളായി. പക്ഷേ ഇതുവരെയും അത് സ്വർണം അവിടെ നിന്ന് പോയിട്ടില്ല, അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ട് എന്നാണ് സഖാക്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ വേദനിച്ചത് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്തതിലാണ്. ആ സ്വർണം കവർന്നെടുത്ത ആളുകളെ CPM സംരക്ഷിക്കുകയാണ്. കാരണം അവർ വേറെ നേതാക്കന്മാരുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്.
ഗോവിന്ദന്മാരുടെ നടപടി എടുക്കില്ലെന്നാണ്. ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുകയല്ല. തോറ്റു തൊപ്പിയിട്ടു എന്നുള്ളത് പകല് പോലെ വ്യക്തമായി. പക്ഷെ ഇതുവരെയും അവർ അംഗീകരിച്ചിട്ടില്ല. അല്ല, ഞങ്ങളിപ്പോ പ്രകടമായി കണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരമാണെന്ന് എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും, എല്ലാവരും മുന്നിൽ അത് തെളിയിക്കുന്നുണ്ടെങ്കിലും അവരത് അംഗീകരിച്ചിട്ടില്ല. അതായത് പ്രകടമായി ഇതൊന്നുമല്ല, എന്നാൽ ഇതെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായി പരിശോധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല. തങ്ങൾക്കെതിരായിട്ട് യാതൊരു വികാരവും ജനങ്ങളുടെ ഒന്നും മനസ്സിലില്ല. മതി ഇനി കുറേ പ്രാവശ്യം ഈ ഭരണവിരുദ്ധ വികാരം. ചിലരുടെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചാരണ വേലകളുടെ ഭാഗമായിട്ട്, വർഗീയ വിഷം കുത്തിവെക്കുന്നതിന്റെ ഭാഗമായിട്ട്, പിന്നെ മെയിനായിട്ടും ഈ പാരഡിയുടെ ദുരുപയോഗത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വന്ന ഒരു താൽക്കാലിക പരാജയം മാത്രമാണ്, ഒരു ചെറിയ പരാജയം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അവസാന നിഗമനം. LDF-നെ പരാജയപ്പെടുത്താൻ BJP വോട്ടുകൾ UDF-നും തിരിച്ച് UDF വോട്ടുകൾ BJP-ക്കും ലഭിച്ച നിരവധി സംഭവങ്ങൾ. താൽക്കാലികമായ ഒരു തിരിച്ചടി ആണ് ഉണ്ടായിട്ടുള്ളത്. അതുതന്നെ ജന്മി മുതലാളി പൗരോഹിത്യ കൂട്ടുകെട്ടിന്റെ കോൺഗ്രസ് BJP തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ സഖ്യത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണെന്നാണ് പാർട്ടി വിചാരിക്കുന്നത്. എന്റെ വിചാരം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴും വാ തുറന്നാൽ പാർട്ടിയുടെ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഈ വർഗീയത മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന അവരുടെ ആ ദുരുദ്ദേശം കേരളത്തിലെ മതേതര സമൂഹം തള്ളി എന്നത് ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ ഈ ഭരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വന്നിട്ടുള്ള ഒരാളല്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ഈ പന്തളം മുനിസിപ്പാലിറ്റി. അവിടെ ഇപ്പോഴും LDF ജയിച്ചിരിക്കുകയാണ്. BJP-യുടെ പക്കൽ നിന്ന് ഇപ്പോൾ LDF അത് പിടിച്ചെടുത്തു. ഒരു വോട്ടിനാണെങ്കിലും നറുക്കെടുപ്പിലാണെന്നുണ്ടെങ്കിലും വിജയം തന്നെയാണ്. ഇപ്പോഴും ശബരിമലയുടെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ BJP-ക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരല്ലോ. എന്നിട്ട് BJP യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിച്ച പുറത്തെന്തായുള്ളത് വളരെ ദയനീയമായ രീതിയിലല്ലേ ഉണ്ടായത്. അവർക്ക് ഉണ്ടായിരുന്നു തന്നെ പോവല്ലേ ഇത്. അവരെ സ്വാധീനം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ തൃശ്ശൂര്. ഇങ്ങനെ അവിടെ ഇവിടെയും തന്നെയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണം. തോൽവി തന്നെ, അത് തോറ്റത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ജനങ്ങൾ പറ്റിക്കാൻ നോക്കിയപ്പോൾ ജനങ്ങൾ നല്ല വൃത്തിയായി പിണറായിനെ പറ്റിച്ചു. അതാണ് ഉണ്ടായത്. വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും LDF പരാജയപ്പെടാൻ പാടില്ല. ആശാന്റെ മണ്ഡലത്തിൽ രാജാക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പോയിട്ടുണ്ടാവും. ആശാൻ വിപ്ലവം ഉണ്ടായ വഴി പറയുമ്പോഴാണ് ഇടയ്ക്ക് കയറുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഇതുമാതിരി പറപ്പ് പണിയെന്ന് പറയും. ഇപ്പൊ പിടിച്ച ഈ പുലിവാലൊന്ന് പോരെ നിനക്ക്? അത് നമ്മുടെ പൊളിറ്റിക്കൽ ഇമേജിനെ ബാധിക്കുമല്ലോ. അതിനൊരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത്രേ കാണും അതിനാ. പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനം. ഇവന്മാർക്ക് എന്തിന്റെ കുറവായിരുന്നു? ഖജനാവിൽ കാശില്ലാഞ്ഞിട്ട് ഇടുക്കി കുഞ്ചിത്തണ്ണിയിലെ മണിയുടെ വീടിന്റെ അടിയാധാരം കൊണ്ടുപോയി കേരള ബാങ്കിൽ പണയം വെച്ചും പിണറായി വിജയന്റെ മുണ്ടകപ്പാടത്തെ ആയിരപ്പറ നെല്ല് അരിക്കച്ചവടക്കാർക്ക് കൊടുത്തുമല്ലേ നമ്മൾ പെൻഷൻ കടം തീർത്തത്. AKG സെന്ററിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതുപോലെ, ഔദാര്യം കൊടുത്തതുപോലത്തെ പ്രതികരണമാണ്. ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. പലതും പാട്ട് വിമാന സമരത്തിനെല്ലാം പാട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ നിങ്ങൾ പാട്ട്? അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. മണിയുടെ ശൈലിയിൽ മണി പറഞ്ഞതാണ്. ആ കൊടുത്തതിനെ വാങ്ങി സാപ്പാടടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ട് വകയിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊടുത്ത തുകയൊന്നും അല്ല. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ അത് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് വേറൊരു വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അദ്ദേഹത്തിന്റെ ഒരു സാധാരണ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ പറഞ്ഞതായി കണ്ടാൽ മതി. മണിയുടെ
കുടുംബസ്വത്തല്ലല്ലോ, മണിയുടെ കുടുംബസ്വത്ത് എടുത്തല്ലോ ഈ ബന്ധം കൊടുത്തത്. ജനങ്ങളുടെ പൈസയാണത്. അതും മറന്നും കൊണ്ടുള്ള ഇവരുടെ ഭരണകൂട ധിക്കാരവും അഹങ്കാരവും, അധികാരം തലക്കടിച്ച പെരുമാറ്റം. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ? അത് എം മണി അങ്ങനെ പറയാൻ വേണ്ടി പാടില്ലേ. നിനക്കിപ്പോ ഇതോടെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. ഇനിയിപ്പോ കൂടുതൽ വിസ്തരിച്ച് എന്നെ കേൾപ്പിക്കണ്ട, എനിക്കറിയാം. ഇവരെല്ലാം അവരുടെ പോക്കറ്റിൽ നിർത്തി കൊടുക്കുന്ന പോലെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപമാനകരമായ പ്രസ്താവന കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അപമാനിച്ചല്ലേ. ഞാനൊരു പാവം മനുഷ്യനാ. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയായിരുന്നു ഇത്തരം വിഷയങ്ങൾ അവർ മറയാക്കി സൂക്ഷിച്ചത്. അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് LDF-ന് ഉണ്ടായിട്ടുള്ളത്. ആദ്യം നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ അറിയോ? തോറ്റു എന്ന് CPM ഒന്ന് ബോധ്യപ്പെടുത്താനാണ് നമുക്ക് വലിയ പാടാണ്. താത്വികമായ വിശകലനം ചെയ്ത് തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചെന്ന് വേണേൽ സമർത്ഥിക്കാം. അതൊന്നും അല്ലല്ലോ. ഏതെങ്കിലും ഒരു പ്രാവശ്യം തോറ്റാൽ എല്ലാം തോറ്റു എന്നോ, ഒരു പ്രാവശ്യം ജയിച്ചാൽ എല്ലാം ജയിച്ചു എന്നോ കണക്കാക്കട്ടില്ല എന്നുള്ളത് സാമാന്യ നിയമല്ലേ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. പ്രിയപ്പെട്ട ജയകാന്ത, നിനക്ക് ഈ ഗതി വന്നല്ലോ. പക്ഷേ നീ തളരരുത് കുഞ്ഞെ. ഈ കപ്പൽ ആടി ഉലയുകയില്ല. തൽക്കാലം ജനമത് തള്ളി കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ക്യാപ്റ്റന് വേണമെങ്കിൽ അല്പം വിശ്രമിക്കാം, അല്ലെങ്കിൽ അവധിയെടുക്കാം.